നമ്മൾ ആദ്യം വാങ്ങിയ കമ്പ്യൂട്ടർ കുറേ കാലത്തിന് ശേഷം ഓണാക്കി നോക്കുമ്പോൾ കാണുന്ന ചില ഫോൾഡറുകളുണ്ട്. ട്രിപ്പ്, ടൂറ് എന്നൊക്കെ പേരുള്ളത്. അത് തുറന്നു നോക്കിയാൽ നമ്മുടെ ഇപ്പോഴത്തെ രൂപത്തിനോടോ ജീവിതത്തിനോടോ യാതൊരു ബന്ധവും തോന്നാത്ത നമ്മുടെ കുറേ ഫോട്ടോസ് കാണും. പിന്നെ ആ ഫോട്ടോ എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു സ്ലൈഡ് ഷോ പോലെ ഒരു പാട്ടും കൂടെ ഇട്ടിട്ടുള്ള വിൻഡോസ് മൂവി മേക്കറിൽ എഡിറ്റ് ചെയ്തൊരു വീഡിയോയും കാണും. ഈ കളകളം എഫക്റ്റൊക്കെ ഇട്ടിട്ട്. അതിനു മുൻപുള്ള ജനറേഷൻ ആണെങ്കിൽ വീട്ടിലെവിടെയെങ്കിലും പഴയ അലമാരയിലോ ബോക്സിലോ വെച്ചിട്ടുള്ള ഒരു ആൽബം കിട്ടും. 10-20 ഫോട്ടോകൾ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കവറിലേക്ക് കയറ്റി വെച്ചൊരു ചെറിയ ആൽബം. ആ ഫോട്ടോകളിൽ നമ്മുടെ രൂപത്തിനൊരിക്കലും ചേരാത്ത കൂളിംഗ് ഗ്ലാസും വലിയ തൊപ്പിയൊക്കെ വെച്ച് ഫോട്ടോസ് ആയിരിക്കും കൂടുതലും. ഊട്ടിയിലോ മൂന്നാറിലോ വയനാടോ അതിരപ്പള്ളിയിലോ നാട്ടിലെ സുഹൃത്തുക്കളുമായി ട്രിപ്പ് പോയതിൻ്റെ ഫോട്ടോസ്. ക്രിക്കറ്റോ ഫുട്ബോളോ വോളിബോളോ കളിക്കുന്ന നാട്ടിലെ ഗ്യാങ്. പല പ്രായത്തിലുള്ളവർ, പഠിക്കുന്നവർ തൊട്ട് കല്യാണം കഴിഞ്ഞ് കുട്ടികളുള്ളവർ വരെയുള്ള ഗ്യാങ്. അതിൽ തന്നെ ഒരു ഒറ്റബുദ്ധിക്കാരൻ, എന്താ ഏതാ എന്നറിയുന്നതിന് മുൻപേ കയറി ഇടിക്കുന്നൊരുത്തൻ, ഒരു ചേട്ടനും അനിയനും, ഇത്തിരി സമാധാനമുള്ള പ്രായമുള്ള ഒരുത്തൻ, ഒരു വെകിളി, ഒരു വികാരവും ഇല്ലാത്തൊരുത്തൻ. ഇങ്ങനെ നീണ്ടുപോകും ആ ഗ്യാങ്. നാട്ടിലെ പെരുന്നാളും പൂരവും കല്യാണങ്ങളും ആഘോഷമാക്കുന്നൊരു ഗ്യാങ്. പല ഇഷ്ടങ്ങളുള്ള, പല സ്വഭാവക്കാരായ, പല പ്രായത്തിലുള്ള ആളുകൾ. അവർക്ക് കോമൺ ആയുള്ളത് ഒറ്റ കാര്യമാണ്: കൂട്ടത്തിലുള്ള ഒരുത്തന് എന്തെങ്കിലും പറ്റിയാൽ ചങ്ക് പറിച്ച് കൂടെ നിൽക്കാനുള്ളൊരു മനസ്സ്. അളിയ എന്നും മച്ചാന എന്നൊക്കെ വിളിച്ച് നമ്മളെ ചേർത്ത് പിടിച്ചിരുന്നൊരു ഗ്യാങ്. കരിയറിൻ്റെ തുടക്കത്തിലും പഠിക്കുന്ന കാലത്തുമൊക്കെ ട്രിപ്പിനുള്ള പൈസ ഒക്കാതിരുന്നപ്പോൾ ചേർത്ത് പിടിച്ച് കൊണ്ടുപോയിരുന്നൊരു ഗ്യാങ്. ചെറിയ ചെറിയ ട്രിപ്പുകളിലും ആഘോഷങ്ങളിലും നമുക്ക് ആവോളം സന്തോഷം തന്നിരുന്നൊരു ഗ്യാങ്. പിന്നീടെപ്പോഴോ ജീവിതത്തിലൊരിക്കൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ ഗ്യാങ്. നിങ്ങൾക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഗ്യാങ്ങെങ്കിൽ ടിക്കറ്റ് എടുക്കാം മഞ്ഞുമൽ ബോയ്സിന്. ആ ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് ആ കഴിഞ്ഞ കാലം മടക്കിത്തരും. അതിഭാവുകത്വങ്ങളില്ലാത്ത ഡയലോഗുകളിലൂടെ മുന്നോട്ട് പോകുന്ന മികച്ചൊരു സിനിമ. അതിലൊരു ഡയലോഗുണ്ട്: മച്ചാനെ എന്താണ് ദൈവം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നൊരു ഉത്തരം, അത് മച്ചാനെ ഈ ആകാശത്തു നിന്നൊക്കെ ഒരു പ്രകാശം വരില്ലേ, അത് തന്നെയെന്ന്. ആ ഡയലോഗിൻ്റെ ഡെപ്ത് മനസ്സിലാക്കണമെങ്കിൽ സെക്കൻഡ് ഹാഫിലെ ഒരു സീൻ കാണണം. മഞ്ഞുമൽ ബോയ്സ് കാണേണ്ട മികച്ചൊരു സിനിമയാണ്. കണ്ടിറങ്ങുമ്പോൾ നമ്മളും ആ കാലത്തിലേക്ക് എത്തും. അതിരുകളില്ലാതെ സന്തോഷിച്ചിരുന്ന, ആഘോഷിച്ചിരുന്ന, ഇനി തിരിച്ചു കിട്ടാനിടയില്ലാത്ത ആ കാലത്തിലേക്ക്.